പോയ ദിനം ലോകകപ്പ് ഇതിവൃത്തമാക്കി ടോയ് മാനുഫാക്ചറിംഗ് കമ്പനിയായ ലോഗോ ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു. മിനിറ്റുകൾക്കകം സമൂഹ മാധ്യമങ്ങളിൽ കത്തിപ്പടർന്നൊരു വീഡിയോ. ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, കിലിയൻ എംബാപ്പെ, വിനീഷ്യസ് ജൂനിയർ തുടങ്ങി ലോക ഫുട്ബോളിലെ സൂപ്പർ താരങ്ങളെല്ലാം ഒരൊറ്റ ഫ്രെയിമിൽ പ്രത്യക്ഷപ്പെട്ട അപൂർവ ദൃശ്യം. എന്നാൽ പരസ്യ ചിത്രത്തിൽ ഉള്ളവരെക്കാൾ ഏറെ ചർച്ചയായത് അതിൽ ഇല്ലാതിരുന്ന ഒരു പേരായിരുന്നു. അതെ, നെയ്മർ ഡാ സിൽവ സാന്റോസ് ജൂനിയർ, കാനറികളുടെ സ്വന്തം സുൽത്താൻ. അയാൾ ഇല്ലാതെ ഒരു ലോകകപ്പ് ഫ്രെയിം എങ്ങനെ പൂർണ്ണമാകും? സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചോദിക്കുന്നത് ഈ ചോദ്യമായിരുന്നു. ബ്രസീൽ സ്റ്റേഡിയങ്ങളിലും തെരുവുകളിലും നെയ്മറിനായി മുറവിളി ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വാദിക്കുന്നവരിൽ സഹതാരങ്ങൾ മുതൽ മുൻ താരങ്ങൾ വരെയുണ്ട്. എല്ലാത്തിനും മൂകസാക്ഷിയായി കാർലോ ആഞ്ചലോട്ടി എന്ന ബ്രസീൽ പരിശീലകൻ. ലോകകപ്പ് 26-അംഗ ഫൈനൽ സ്ക്വാഡ് അടുത്ത മാസം പ്രഖ്യാപിക്കാനിരിക്കെ നിലവിലെ സാഹചര്യത്തിൽ ബ്രസീൽ ടീമിലേക്ക് നെയ്മറിന് ഇനിയൊരു സാധ്യതയുണ്ടോ? കഴിഞ്ഞ ദിവസം ബ്രസീലിയൻ ലീഗ് സീരിയയിൽ സാന്റോസിനായി സ്റ്റാർട്ട് ചെയ്ത നെയ്മർ ജൂനിയർ മുഴുവൻ സമയവും കളത്തിലുണ്ടായിരുന്നു. അസിസ്റ്റും പ്രീ അസിസ്റ്റുമായി ക്ലബ്ബ് വിജയത്തിൽ നിർണായക റോൾ. റോമോക്കെതിരായ മത്സരത്തിൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും താരത്തെ തേടിയെത്തി. മൈതാന മധ്യത്തിൽ നിന്ന് 2 റോമോ പ്രതിരോധ താരങ്ങൾക്കിടയിലൂടെ ബോക്സിലേക്ക് നൽകിയ ലോബ്സ് പാസ് നെയ്മറിന്റെ പ്രതിഭാസ്പർശം തുറന്നു കാട്ടുന്നതായിരുന്നു. പോസ്റ്റിലേക്ക് തട്ടിയിടേണ്ട ദൗത്യം മാത്രമായിരുന്നു സാന്റോസ് മിഡ്ഫീൽഡർ തെസിനായോക്കുണ്ടായിരുന്നത്. മത്സരത്തിലുടനീളം നെയ്മറിനെ പ്രകോപിതനാക്കാനായുള്ള റോമോ ആരാധകർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ലോകകപ്പിലേക്ക് പോകില്ല എന്ന ചാൻഡുകളാണ് എവേ ഗാലറിയിൽ നിന്നും ഉയർന്നു കേട്ടത്. എന്നാൽ കളിക്കളത്തിൽ നെയ്മറിന്റെ പോരാട്ട വീര്യത്തെ ഒരു ഇഞ്ച് പോലും തളർത്താൻ ഇതുകൊണ്ടൊന്നുമായില്ല. കടുത്ത മാർക്കിങ്ങിനിടെയും അയാൾ മൈതാനത്ത് കളം വരച്ചുകൊണ്ടേയിരുന്നു. മധ്യനിരയിൽ നിർണായകമായ പ്രകടനം, ഗോളിലേക്കുള്ള കില്ലർ പാസുകൾ. റെലഗേഷൻ സോൺ ഭീഷണി ഒഴിവാക്കാനും ഈ ജയത്തോടെ സാന്റോസിനായി. അവസാന 10 മത്സരങ്ങളിൽ നിന്നായി 12 ഗോൾ കോൺട്രിബ്യൂഷൻ. ഫിറ്റ്നസിന്റെ കാര്യത്തിൽ നിരന്തരം വിമർശിക്കപ്പെടുമ്പോഴും സാന്റോസിനായി നെയ്മർ തന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 100% ഫിറ്റ്നസ് വീണ്ടെടുത്താൽ ലോകകപ്പ് ടീമിലേക്ക് താരത്തെ പരിഗണിക്കും എന്നാണ് ബ്രസീൽ പരിശീലകൻ കാർലോ ആഞ്ചലോട്ടി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോയ വർഷം മെയ് മാസം ചുമതല ഏറ്റെടുത്ത ശേഷം ഇതുവരെ ആഞ്ചലോട്ടിയുടെ സ്ക്വാഡിൽ ഇടം പിടിക്കാൻ നെയ്മറിന് സാധിച്ചിട്ടുമില്ല. പരിക്ക് കാരണം ദീർഘകാലം പുറത്തായിരുന്നുവെങ്കിൽ പിന്നീട് ഫിറ്റ്നസ് കൺസേൺ പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടു. അവസാനം ബ്രസീൽ കളിച്ച ഫ്രാൻസിനും ക്രൊയേഷ്യക്കുമെതിരായ സൗഹൃദ മത്സരത്തിലേക്കും ഈ സൂപ്പർ താരത്തെ പരിഗണിച്ചതുമില്ല. ലോകകപ്പിന് തൊട്ടു മുൻപായി ജൂണിൽ പനാമക്കും ഈജിപ്തിനുമെതിരെയാണ് കാനറികളുടെ ഇനിയുള്ള ഫ്രണ്ട്ലി മാച്ചുകൾ. അതിനു മുൻപായി ലോകകപ്പ് ടീം പ്രഖ്യാപനം വരികയും ചെയ്യും. അതിനാൽ തന്നെ ലോകകപ്പ് ടീമായിരിക്കും ഈ 2 മത്സരത്തിലും അണിനിരക്കുക എന്ന കാര്യവും തീർച്ചയാണ്. നിലവിൽ നെയ്മറിന്റെ ഫോമും ഫിറ്റ്നസും ബ്രസീൽ ഫുട്ബോൾ കോൺഫെഡറേഷനും നിരന്തരം നിരീക്ഷിച്ചു വരുന്നുമുണ്ട്. മെയ് 18-ന് ബ്രസീൽ ലോകകപ്പിനുള്ള 26-അംഗ ടീം പ്രഖ്യാപിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതിനു മുൻപായി നെയ്മറിന് മുന്നിൽ സാന്റോസിൽ പരമാവധി ഇനി 14 മത്സരങ്ങൾ ബാക്കിയുണ്ട്. പരിക്കേൽക്കാവുന്ന സാഹചര്യം ഒഴിവാക്കാൻ സാന്റോസ് നെയ്മറിനെ എല്ലാ കളിയിലും ഇറക്കാനുള്ള സാധ്യതയും നിലവിലെ സാഹചര്യത്തിൽ കുറവാണ്. എന്തായാലും താരത്തിന്റെ ഇനിയുള്ള ആഴ്ചകളാവും ലോകകപ്പ് സ്ക്വാഡിലേക്കുള്ള പ്രവേശനത്തിൽ ക്രൂഷ്യലാകുന്ന കാര്യം തീർച്ചയാണ്. എന്നാൽ ബ്രസീൽ നിരയിലേക്ക് മുന്നേറുക എന്നത് നെയ്മറിനെ സംബന്ധിച്ചിട്ട് ഒട്ടും എളുപ്പമാകില്ല. ഫ്രാൻസിനും ക്രൊയേഷ്യക്കുമെതിരായ മത്സരത്തിൽ ഡാനിലോ എൻട്രിക്, ഇഗോർ തിയാഗോ എന്നിവർ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. ലൂക്കോസ് പക്വറ്റയും അവസരം കാത്തിരിക്കുന്നുണ്ട്. ഇതിനു പുറമെ യൂറോപ്യൻ ഫുട്ബോളിലടക്കം മിന്നിത്തിളങ്ങുന്ന വലിയൊരു താരനിര വേറെയുമുണ്ട്. ഇവർക്ക് മുകളിൽ സ്ഥാനമുറപ്പിക്കാൻ നെയ്മറിന് കഠിനാധ്വാനം തന്നെ ചെയ്യേണ്ടി വരും. നേരത്തെ ബ്രസീൽ ഫുട്ബോൾ കോൺഫെഡറേഷനിൽ നെയ്മറിനുണ്ടായിരുന്ന സ്വാധീനവും ഇപ്പോൾ ഇല്ല എന്നതും താരത്തിന് തിരിച്ചടിയാണ്. റൊണാൾഡോ, നസാരിയോ അടക്കമുള്ള മുൻ താരങ്ങൾ നെയ്മറിനായി രംഗത്തുണ്ടെങ്കിലും കാർലോ ആഞ്ചലോട്ടിയുടെ തീരുമാനത്തിനൊപ്പമായിരിക്കും CBF മുന്നോട്ടു പോകുക എന്നാണ് റിപ്പോർട്ടുകൾ. ഫ്രാൻസിനും ക്രൊയേഷ്യക്കുമെതിരായ നിർണായകമായ മത്സരങ്ങൾക്ക് മുന്നോടിയായി നടത്തിയ പ്രസ് മീറ്റിൽ നെയ്മറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ ആഞ്ചലോട്ടി തടയുന്നതും പോയ ദിനം നമ്മൾ കണ്ടതാണ്. നിലവിലുള്ള ടീമിലും താരങ്ങളിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് താല്പര്യമെന്ന് ഇറ്റാലിയൻ കോച്ച് പറയാതെ പറയുന്നുണ്ട്. ഫ്രാൻസിനോട് തോറ്റെങ്കിലും ക്രൊയേഷ്യക്കെതിരെ വിജയം നേടാനായത് വിശ്വമേളക്ക് മുൻപായി ആഞ്ചലോട്ടിക്കും ആത്മവിശ്വാസം നൽകുന്നതാണ്. കരിയറിലുടനീളം പരിക്ക് നെയ്മർക്ക് മുന്നിൽ വില്ലനായി എത്തിയിട്ടുണ്ട്. 2023 ഒക്ടോബറിൽ കാൽമുട്ടിന് ഗുരുതരമായി പരിക്കേറ്റ താരം ദീർഘകാലത്തിന് ശേഷമാണ് കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തിയത്. പ്രതിബന്ധങ്ങളെല്ലാം മറികടന്നെത്തിയ നെയ്മർ വിശ്വമേളക്കായി അവസാനം വരെയും പോരാടുമെന്ന കാര്യവും തീർച്ചയാണ്. സാന്റോസിൽ ഇനിയുള്ള ദിനങ്ങൾക്ക് അയാളുടെ കരിയറിന് പൊന്നും വിലയാണുള്ളത്. ലോകവേദിയിൽ ബ്രസീലിന്റെ ആ മഞ്ഞ ജേഴ്സിയിൽ അയാളെ വീണ്ടും ഒരിക്കൽ കാണാനാകുമോ എന്നതാണ് കായിക ലോകം കാത്തിരിക്കുന്നത്.